ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഉള്ളത് പ്രശസ്തമായ കോഴിക്കോട് മിഠായി തെരുവിലാണ്. നോമ്പ് ഏകദേശം പകുതിയായപ്പോൾ തന്നെ കോഴിക്കോട് മിഠായി തെരുവ് ഫുൾ സജീവമായി കൊണ്ട് ഇവിടെ മിഠായി തെരുവിൽ ഫുള്ള് പർച്ചേസിങ് തിരക്കാണ്. അതിൻ്റെ വിഷ്വലുകൾ ഞാൻ കാണിച്ചത്. പ്ലീസ് വെൽക്കം. പ്രിയപ്പെട്ടവരെ, പെരുന്നാൾക്ക് ഇനിയും ഒരു 15 ദിവസം ഇന്ന് ഇവിടെ 14ാമത്തെ നോമ്പാണ് ആയിട്ടുള്ളത്. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ. കോഴിക്കോട് മിഠായി തെരുവിൻ്റെ ഏകദേശം ഒരു 3 മണി 3:30 മണിക്കുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഇന്ന് സൺഡേ ആണ്. എന്താ പറയുക, പണ്ടാരെ പറഞ്ഞ പോലെ ഒരു സൂചി കുത്താൻ ഇടയില്ലാത്ത രീതിയിൽ തിരക്കാണ് ഫുൾ സജീവമായിക്കൊണ്ട്. ആളുകളൊക്കെ നേരത്തെ തന്നെ പർച്ചേസിങ് ചെയ്യണം. കാരണം വെച്ചാൽ പെരുന്നാൾ തിരക്കാകുമ്പോഴത്തേക്ക് എല്ലാം പർച്ചേസ് ചെയ്യുന്ന വളരെ തിരക്കിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ഇഷ്ടംപോലെ ഐറ്റംസുകൾ രണ്ട് സൈഡും ഫില്ലായിക്കൊണ്ടാണ് ഇവിടെ കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രശസ്തമായ, ഇവിടെ നേരെ ചെന്ന് കഴിഞ്ഞാൽ SK പൊറ്റക്കാടിൻ്റെ ഒരു എന്താ പറയുക സ്റ്റാച്ചു ഒക്കെ ഇരിക്കുന്ന ഏരിയയാണ്. കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഭാഗമാണിത്. ബാച്ചുകളിലെ വ്യത്യസ്തതരത്തിലുള്ള ഷോപ്പുകൾ വേറെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും പെരുന്നാൾ വരുമ്പോൾ തന്നെ ഇവിടെ കോഴിക്കോട് മിഠായി തെരുവൊക്കെ ഫുള്ള് സജീവമായതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത, മിഠായി തെരുവിൻ്റെ മാർക്കറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് വിൽക്കാനുള്ള ഉൽപ്പന്നം എന്താണെങ്കിലും അതിവിടെ വിറ്റ് ചിലവായി പോകുമെന്നുള്ളതാണ്. ഒരുപാട് പ്രശസ്തരെ പാദസ്പർശമേറ്റ മണ്ണാണിത് കോഴിക്കോട് മിഠായി തെരുവ്. ഇപ്പോൾ കംപ്ലീറ്റ് നിലയ്ക്ക് ഇതുപോലെ നല്ല രസകരമായ രീതിയിൽ തന്നെ എന്താ പറയുക, ഈ ഇൻ്റർലോക്ക് ചെയ്തിട്ട് ആളുകൾക്ക് യാതൊരു മുശപ്പുമില്ലാത്ത, പണ്ടൊക്കെ ഒരു മഴ ആകെ ചളിയും പിള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാരണവശാലും കൂടെ വണ്ടികൾ കയറ്റി വിടുന്നില്ല എന്നാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്സ്. പണ്ട് എന്താ പറയുക, ബൈക്കാണെങ്കിലും ഓട്ടോറിക്ഷ കാറൊക്കെ കീ എന്നുണ്ട് ഒരു ഇതിപ്പോൾ ആളുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. യാത്രകൾക്ക് മറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ബോട്ടിലുകളുണ്ട് ഇവിടെ. നല്ല ഇത് തന്നെയാണോ, പ്ലാസ്റ്റിക് തന്നെയാണത്? നല്ല പ്ലാസ്റ്റിക് ആണോ അല്ലേ? എങ്ങനെയുണ്ട് പെരുന്നാളായിട്ട് കച്ചവടം? എങ്ങനെയുണ്ട് പെരുന്നാൾ കച്ചവടം? സജീവമായോ? സജീവമായിട്ട് വരുന്നേ ഉള്ളൂ. ആ ഓക്കെ. ഇതായത് നിങ്ങൾ തന്നെയാണോ? ആ ശരി നിങ്ങൾ തന്നെയാണല്ലേ. ഓക്കെ. തിരക്കിൻ്റെ കോട്ടയാണ് കോഴിക്കോട് മിഠായി തെരുവിൽ. വീണ്ടും ഞാനത് തിരക്കിൻ്റെ മറ്റൊരു തിരക്കിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ പർച്ചേസിങ്, ചക്കക്കുരു അടക്കം ഇവിടെ വിപണിയിൽ കിട്ടുമെന്നുള്ളതാണ് ചുരുക്കം. ഇതാണ് കോഴിക്കോടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ കാര്യത്തിൽ. ഇതാ രണ്ട് ചേച്ചിമാരത് ഇവിടെ നിന്നിട്ട് ചക്കക്കുരു അടക്കം വെക്കുന്നതാണ്. ചക്കക്കുരു അടക്കം കോഴിക്കോട് വിപണിയിൽ കിട്ടും, അതായത് മിഠായി തെരുവിൽ കിട്ടുമെന്നർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എന്തൊരു മുതൽ വെക്കാനുണ്ടോ അതിവിടെ മിഠായി തെരുവിൽ കൊടുത്താൽ നമുക്കത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് കച്ചവടം ചെയ്യാൻ നല്ല നിഷ്കളങ്കമായ രീതിയിലുള്ള കച്ചവടമാണ്. അധികം അമിത ലാഭം എടുക്കാത്ത രീതിയിലുള്ള കച്ചവടമാണ്. എന്ത് കച്ചവടം ആയിക്കോട്ടെ. ആളുകളെ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പെരുന്നാൾക്ക് ഇനിയും 10-14 ദിവസത്തിന് മേലെ കിടക്കുകയാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ പർച്ചേസിംഗ് ആണ് ഇവിടെ നടക്കുന്ന. ഒരു 90% ആളുകൾ പെരുന്നാൾ പർച്ചേസിങ്ങിൻ്റെ ആളുകളാണ്. ഇവിടെ തന്നെ ഒരു ഹനുമാൻ മഠം മിഠായി തെരുവ് ക്ഷേത്രമുണ്ട്. അവിടേക്കുള്ള പൂവും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളികേരം വഴിപാട് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസുകളും ഇവിടെ നിലവിലുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളാണ്. മിഠായി തെരുവ് എപ്പോഴും ഫുള്ള് സജീവമാണ്, ലൈവാണ്. ഇപ്പോൾ മിഠായി തെരുവിലെ കഥകളും വർത്തമാനങ്ങളും പറഞ്ഞാൽ തീരില്ല. മിഠായി തെരുവിൻ്റെ സ്ട്രീറ്റിൻ്റെ ഒരു സ്വഭാവം അറിയാലോ. ഇതുപോലെ 3-4 ഗല്ലികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയുള്ളത്. ആ മാറി ഗല്ലികളെല്ലാം എല്ലാ കച്ചവടങ്ങളെ കൊണ്ടും ഫുള്ള് സജീവമാണ്. വെച്ചാൽ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇന്ന് എന്താ പറയുക, ഫുള്ള് തിരക്കാണ്. പരമാവധി എല്ലാവരും ഈ എന്താ പറയുക, ഇതിൻ്റെ വൈബിൽ തന്നെയുള്ള ഈ പെരുന്നാളിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ തിരക്കിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് എന്നാണ് മറ്റൊരു സത്യം. ഇവിടെ ഞാനപ്പോൾ ഫാമിലിയായിട്ട് ഇങ്ങനെ കോഴിക്കോട് എന്താ പറയുക, ഇവിടെ മിഠായി തെരുവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അവരെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇനിവേ ഞാൻ അവരെ കൂടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി പോണേണ്. അപ്പോൾ അതാണ് മിഠായി തെരുവിലേക്ക് പോകുന്നുള്ളൂ. പെരുന്നാളും മറ്റു ആഘോഷങ്ങളും എന്താണെങ്കിലും ഇവിടെ ഉണ്ട്. എല്ലാവർക്കുള്ള എല്ലാ വില കുറവിലുള്ള എല്ലാ ഐറ്റംസുകളും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളതാണ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ പല ഷോപ്പുകളിൽ നിന്നാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ 4 പേരുണ്ട്, 4 മെമ്പേഴ്സാണുള്ളത് ഓൾറെഡി ഫാമിലിയിൽ. 4 മെമ്പേഴ്സിനുള്ള ഐറ്റംസുകളെല്ലാം ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയെന്നുള്ള സന്തോഷം. ഓക്കെ, ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പർച്ചേസിങ് പൂർത്തീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് അവർ മിസ്സാവുന്നുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.
പറഞ്ഞാൽ തീരാത്ത കഥകൾ, കേട്ടാലും മതിയ വരാത്ത രസകരമായ രീതിയിലുള്ള കാഴ്ചകളാണ്. എവിടെ ക്യാമറ വെച്ചാലും അവിടെ കംപ്ലീറ്റ് തിരക്കാണ്. പല ഗല്ലിയിലൂടെ നടന്നു, എവിടെ ക്യാമറ വെച്ച് ഞങ്ങൾ പാൻ ചെയ്ത് കാണിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കാണുന്നതും വ്യത്യസ്തമായ ആളുകളും വ്യത്യസ്തമായ ലൊക്കേഷനുകളാണ്. കാരണം വെച്ചാൽ അത്രയും വൈബായിട്ടാണ് നമ്മുടെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എനിവേ എന്തായാലും അതിൻ്റെ രസകരമായ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അറിയാലോ 10-15 ദിവസം കഴിഞ്ഞ പെരുന്നാളിൻ്റെ ഒരു മൂഡിലേക്ക്, ചെറിയ പെരുന്നാളിൻ്റെ മൂഡിലേക്ക് എത്തി. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും നന്മ നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അഡ്വാൻസ് ചെയ്യുന്നു. പെരുന്നാളും പറ്റിയും വീഡിയോസുകളൊക്കെ ഇനിയും വരാണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്രയും വീഡിയോസിനെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്നേഹപൂർവ്വം സ്വന്തം ഇടവേള റാഫി. ഇടവേള റാഫി യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ നിൽക്കുക. നിങ്ങൾ മാത്രമാണ് നമ്മളെ കരുത്ത്. വേറെ നമുക്ക് പ്രൊമോട്ടർമാരും മറ്റാരുമില്ല. വളരെ സ്നേഹത്തോട് കോഴിക്കോട് മിഠായിത്തെരുവിൽ നിന്ന് ഞാൻ വീഡിയോ സമർപ്പിക്കുന്നു. താങ്ക് യു, ബൈ.